നമസ്കാരം, ഡോക്ടർ ക്യൂയിലേക്ക് സ്വാഗതം. വേനൽ കനത്തതോടെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് കേരളീയർ മൊത്തം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പല ജില്ലകളിലും ചൂട് കൂടുതലായിട്ടാണ് റിപ്പോർട്ടുകൾ. വേനൽക്കാലത്തുണ്ടാകുന്ന ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി ആൻഡ് കോസ്മെറ്റോളജി വിഭാഗം ഡോക്ടർ ശാലിനി VR ചേരുകയാണ്. സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. നമസ്കാരം ഡോക്ടർ, സാധാരണ ഈ വേനൽക്കാലത്ത് കണ്ടുവരുന്ന പ്രധാന ചർമ്മരോഗങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് വിയർപ്പ് മൂലമുള്ള പ്രശ്നങ്ങളാണ്. അപ്പം വിയർപ്പ് ഗ്രന്ഥിയിൽ നിന്ന് പുറത്തേക്ക് വിയർപ്പ് ഒഴുകുന്നതിൽ എന്തെങ്കിലും തടസ്സം നേരിടുകയാണെങ്കിൽ ആണ് നമുക്ക് ചൂടുകുരുക്കൾ ഉണ്ടാകുന്നത്. സാധാരണ കൊച്ചു കുട്ടികളിലാണ് ചൂടുകുരുക്കൾ ധാരാളമായി വരുന്നത്, എങ്കിലും മുതിർന്ന ആൾക്കാരെയും ഇത് ബാധിക്കാറുണ്ട്. ഇപ്പൊ കൊച്ചു കുട്ടികളിലാണെങ്കിൽ തലയിൽ വരാം, മുഖത്ത് വരാം, കഴുത്തിൽ വരാം, ശരീരത്തിന്റെ മടക്കുകളിലൊക്കെ ചൂടുകുരു പോലെ പ്രത്യക്ഷപ്പെടാറുണ്ട്. മുതിർന്നവരിലാണെങ്കിൽ കൂടുതലും മുഖത്ത്, ബാക്കിൽ ഒക്കെയാണ്, നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഒക്കെയാണ് ചൂടുകുരുക്കൾ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ചെറിയ തരിതരി പോലെയുള്ള കുരുക്കളായിട്ടോ അല്ലെങ്കിൽ ചുവന്ന് പൊങ്ങി നിൽക്കുന്ന വലിയ കുരുക്കളായിട്ടോ അല്ലെങ്കിൽ പഴുത്ത കുരുക്കളായിട്ടോ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പൊ പഴുത്ത കുരുക്കളായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ അതൊരു അണുബാധയുടെ ഭാഗമല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പം അങ്ങനെയാണെങ്കിൽ അത് സാധാരണ അണുബാധ അല്ലെങ്കിൽ രോമക്കുത്ത് പഴുക്കുന്നത് അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമല്ല. നമുക്ക് രോഗപ്രതിരോധ ശക്തിക്ക് എന്തെങ്കിലും കുറവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ വിയർക്കുന്ന വ്യക്തിയാണ്, ഇറുകുന്ന വസ്ത്രം ധരിക്കുന്ന വ്യക്തിയാണ്, ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് സാധാരണ നമുക്ക് ഈ രോമക്കുത്ത് പഴുത്തു വരുന്ന ചൂടുകുരുക്കൾ പോലുള്ള കുരുക്കൾ വരിക. പിന്നെ കൊച്ചു കുട്ടികളിലൊക്കെ ആണെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയ ഇംപെക്റ്റിഗോ, അതായത് സ്കിന്നിന്റെ മുകളിൽ ഒരു ചെറിയ അടയാളം പോലെയോ നമുക്ക് ഈ തേൻ പോലെയുള്ള തേൻ വരണ്ടിരിക്കുന്ന കണക്കുള്ള പൊറ്റയായിട്ടോ അല്ലെങ്കിൽ കുമിള പോലെ വന്നിട്ട് അതങ്ങ് അമിങ്ങി അവിടെ പൊറ്റയായിട്ടോ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് വിയർപ്പ് വന്നു പിന്നെ അണുബാധയായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ടും വരാം. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിയർപ്പ് ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ അവിടെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സാധാരണ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മടക്കുകളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ആയ വട്ടച്ചൊറിയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പൊ ചിലരിലെങ്കിലും കാൻഡിഡിയാസിസ്, ഈ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ കാൻഡിഡിയാസിസ് എന്ന ഫംഗൽ ഇൻഫെക്ഷനും വരാം. അപ്പൊ ഇവർക്കാണെങ്കിൽ നമുക്ക് ചൊറിച്ചിലാണ് പ്രധാന പ്രശ്നം. പിന്നെ അവിടെ ചുവപ്പ് നിറം കാണാം, മൊരിച്ചില് കാണാം, ചെറിയ പഴുത്ത കുരുക്കളുമായിട്ടും പൊങ്ങി വരാറുണ്ട്. പിന്നെ ഷൂസ് ഒക്കെ ധരിക്കുന്നവർക്ക് വിയർപ്പ് കാലില് കുതിർന്ന് നിന്നിട്ട് നമ്മുടെ വിരലിലോ അല്ലെങ്കിൽ വിരലിന്റെ ഇടയ്ക്കുള്ള സ്പേസസിൽ ഈർപ്പം നിന്നിട്ട് അവിടെ കുതിർന്ന് അവിടുത്തെ സ്കിന്നിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടത് മൂലം വെളിയിൽ നിന്നുള്ള ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അവിടെ വളരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ കഴിവതും നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഷൂസ് ഒക്കെ ധരിക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. അപ്പൊ പലയിടത്തും ആക്ച്വലി അവരുടെ യൂണിഫോമിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലുക്കിന്റെ ഭാഗമായിട്ടോ ഒക്കെ ക്ലോസ്ഡ് ഷൂസ് ധരിക്കാനായിട്ട് നിർബന്ധിതരാവാറുണ്ട്. അപ്പം അത് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ പോക്സ്, മീസിൽസ് ഒക്കെ ഈ സമയത്ത് കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പം ചിക്കൻ പോക്സ് ആണെങ്കിൽ നമുക്ക് വെള്ളം നിറഞ്ഞ കുമിളകളായിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത്. മീസിൽസ് ആണെങ്കിൽ തരിതരി പോലെ, മീസിൽസിന് നമ്മൾ മലയാളത്തിൽ മണ്ണൻ എന്നാണ് പറയുന്നത്. അത് ആ പേരിൽ തന്നെ അർത്ഥം വ്യക്തമാണ്, മണല് വാരിയിട്ടതുപോലുള്ള റാഷസ്. പ്രത്യേകിച്ച് നമ്മുടെ ഫേസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ ചെസ്റ്റ് ദേഹത്ത് മറ്റു ഭാഗങ്ങളിലും വരാം. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സൂര്യപ്രകാശം മൂലമുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ സൂര്യപ്രകാശം മൂലമുള്ള ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് വെയിലേറ്റിട്ടുണ്ടാകുന്ന കരിവാളിപ്പോ, അതായത് സൺ ടാനോ അല്ലെങ്കിൽ സൺ ബേണോ ആണ്. അപ്പൊ സാധാരണ നമ്മുടെ ഇന്ത്യൻ ചർമ്മത്തില് ഒരു ഇരുനിറത്തിലുള്ള ഇന്ത്യൻ ചർമ്മത്തില് സാധാരണ ഒരു സൺബേൺ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അല്ലെങ്കിൽ വെളുത്ത ചർമ്മത്തിലാണ് നമുക്ക് സൺബേൺ ഒക്കെ കാണുന്നത്. ഒരു ഇരുണ്ട് ഡാർക്കായിട്ടുള്ള ചർമ്മക്കാരാണെങ്കിൽ ആക്ച്വലി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് മെലനിൻ ഒക്കെ കൂടുതലായിട്ടുള്ളത് കാരണം അവർക്കാണെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷെ അവർ ഇരുണ്ട് വരും, കുറച്ചുകൂടെ വെയിലത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കറുത്തതായിട്ട് തോന്നും. പക്ഷെ അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. നമുക്ക് സൺബേൺ, സൂര്യതാപം ഏറ്റിട്ട് സ്കിന്ന് പൊള്ളി വരാണ്ടിരിക്കാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. എന്നാൽ പോലും നമ്മളൊരു 10-നും 3-നും ഇടയ്ക്ക് വെയിലത്തിറങ്ങി ജോലി ചെയ്യുന്ന ആർക്കും, ഏതൊരു വ്യക്തിക്കും സ്കിന്നിന്റെ മുകളിൽ പൊള്ളല് ഏൽക്കാം. അപ്പൊ ഇത് ഞാനാണെങ്കിൽ ജനറലായിട്ട് ആർക്ക് വേണമെങ്കിലും വരാവുന്ന ഒരു സാധനമാണ് സൺബേൺ. പക്ഷെ ചിലരിൽ മാത്രം കാണുന്ന ഒരു അസുഖമുണ്ട്, അത് അലർജിയാണ്.
സണ്ണിനോടുള്ള അലർജി. അപ്പൊ അത് സാധാരണ നമുക്ക് പോളിമോർഫസ് ലൈറ്റ് ഇറപ്ഷൻ എന്ന് പറയുന്ന കണ്ടീഷനാണ് വരുന്നത്. പോളിമോർഫസ് എന്ന പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അത് നമുക്ക് ഏതൊരു രോഗലക്ഷണത്തോടു കൂടിയും പ്രത്യക്ഷപ്പെടാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് തരിതരി പോലെ ഒരു ഗ്രൂപ്പ്ഡ് ആയിട്ട് നമുക്ക് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ചൊറിച്ചിലോട് കൂടിയ റാഷസ് ആയിരിക്കാം. ചിലർക്ക് മുരിച്ചിൽ കാണും, ചുവന്ന മുരിച്ചിൽ, വട്ടത്തിലുള്ള മുരിച്ചിലായിട്ട് പ്രത്യക്ഷപ്പെടാം, അല്ലെങ്കിൽ വെളുത്ത അടയാളമായിട്ടും ഇത് വരാറുണ്ട്. അപ്പൊ ഇത് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് വെച്ച് കഴിഞ്ഞാല് സൂര്യപ്രകാശം ഏൽക്കുന്ന പുറവശം, അതായത് മുഖത്ത് വരാം, കഴുത്തിൽ വരാം, കൈയുടെ ഉപരിതലത്തിലാണ് വരുന്നത്. അതായത് ഉൾഭാഗത്ത് വരാനുള്ള സാധ്യത കുറവാണ്. വെയിലേൽക്കാത്ത ഭാഗങ്ങളിൽ നമുക്ക് PMLയുടെ പ്രശ്നം സാധാരണ വരാറില്ല. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കാണെങ്കിൽ ഈ നമുക്ക് ഓൾറെഡി ഒരു സ്കിൻ ഡിസീസ് ഉണ്ട്, അതായത് സോറിയാസിസ് പോലുള്ള. ഡോക്ടർ ഇടപെടുകയാണ്, നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ഇതിനകത്തേക്ക് വിശദമായിട്ട് വരാം. സുനിത നമ്മുടെ ലൈനിലുണ്ട്. സുനിത ചോദിച്ചോളൂ, ഡോക്ടർ കേൾക്കാം. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. ഹലോ ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മേല് ചെറുതായിട്ട് ചൊറിച്ചിൽ വരുന്നുണ്ട് ഈ വേനൽക്കാലത്തെ. ഹലോ വേനൽക്കാലം ആവുമ്പളേ എന്റെ മേലേ ഭയങ്കര ചൊറിച്ചിൽ വരുന്നുണ്ട്. അത് ആദ്യം എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ എനിക്ക് ഹർപ്പീസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു അടിവയറില്. അടിവയറിലായിരുന്നു അത്. പിന്നെ ഡോക്ടറെ കാണിച്ച് കുറവായി. ഇപ്പൊ വേനൽക്കാലായപ്പോ കയ്യുമ്മിലും കാലുമ്മിലും ഒക്കെ ചെറുതായിട്ട് ചൊറിഞ്ഞ് ഭയങ്കര ചൊറിച്ചില്, എന്നിട്ട് ചെറിയ ചെറിയ മൊരി പോലെ വരിക. അപ്പൊ നിങ്ങൾക്ക് തൈറോയ്ഡ് സംബന്ധമായ അസുഖം ഉണ്ടോ? ഇല്ല, തൈറോയ്ഡ് ഒന്നുമില്ല. തൈറോയ്ഡ് ഇപ്പൊ ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. അതെ, തൈറോയ്ഡ് എപ്പോഴാണ് ചെക്ക് ചെയ്തത്? തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോ ഒന്നുമില്ല. ഇപ്പല്ല, എനിക്ക് മെൻസസ് ഒരു 10-42 വയസ്സിൽ നിന്ന്, എനിക്കിപ്പോ 60 വയസ്സ് കഴിഞ്ഞു. അപ്പൊ നോക്കുമ്പോ ഒന്നും തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോ ഇല്ല. പക്ഷെ വേനൽക്കാലം വന്നാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഭയങ്കര ഉഷ്ണാണ് ഇപ്പോഴും. അതെ അതെ അതെ, നമുക്ക് പീരീഡ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞാല് ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് ഭയങ്കര ചൂട് തോന്നാനും ഉഷ്ണം വരാനും ഉള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പക്ഷെ എന്നാലും ഇതിപ്പോ വെയിൽ കൊള്ളുമ്പോഴാണ് ചൊറിച്ചിൽ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വെയിലിനോടുള്ള അലർജി ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് സാധാരണഗതിയിൽ ഒരു തൈറോയ്ഡ് അസുഖം, അതായത് തൈറോയ്ഡ് കൂടിയിട്ടാകാം അല്ലെങ്കിൽ തൈറോയ്ഡ് കുറഞ്ഞൊരു വ്യക്തിക്കും വെയിലിന്റെ അലർജി വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അപ്പൊ അതുകൊണ്ട് നമ്മൾ തൈറോയ്ഡ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഷുഗർ കുറയ്ക്കാനായിട്ട് കഴിക്കുന്ന മരുന്നുകളുടെ ഭാഗമായിട്ടും നമുക്ക് വെയിലിന്റെ അലർജി വരാം. അപ്പം അങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ വെയിലിന്റെ അലർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സമീപത്തുള്ള ഡോക്ടറെ സമീപിച്ചിട്ട് നമുക്ക് ചൊറിച്ചിലുള്ള മരുന്നും പുറമെ പുരട്ടുന്ന ലേപനങ്ങളും ഇട്ടിട്ട് സൺ പ്രൊട്ടക്ഷനും കൂടെ ശ്രദ്ധിക്കണം. അതായത് സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ 10-നും 3-നും ഇടയ്ക്കുള്ള സമയം പുറത്തിറങ്ങാതെ നോക്കുകയും കവർ ചെയ്തിട്ടുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യാം. അപ്പൊ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചൊറിച്ചിൽ കുറയുന്നുണ്ട് എങ്കിൽ നമുക്ക് മരുന്ന് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത്രയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടും എനിക്ക് ചൊറിച്ചിൽ പെർസിസ്റ്റ് ചെയ്യുന്നു, നിലനിൽക്കുന്നു എന്നതാണെങ്കിൽ നമ്മൾ ഡോക്ടറെ സമീപിച്ചിട്ട് നമ്മുടെ മരുന്ന് മാറ്റി നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, താങ്ക് യു സുനിത. ഡോക്ടർ, ഒരു കോളർ കൂടി ഉണ്ട്, സുബീറ മലപ്പുറത്ത് നിന്നും. സുബീറ ചോദിച്ചോളൂ. സുബീറ കേൾക്കുന്നുണ്ടോ? ഹലോ 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 ഡോക്ടറെ. ചോദിച്ചോളൂ. ഡോക്ടറെ, അതിന്റെ നെറ്റിയുടെ മേലെ കുറെ കാലമായിട്ട് ഒരു കറുത്ത പാടുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് കഴിഞ്ഞാലിപ്പോ ഒരു ചുണങ്ങിന്റെ മരുന്ന് ഇങ്ങനെ അവിടുന്ന് വാങ്ങിയിട്ട് പരത്തിയപ്പോ കുറച്ച് കുറവ് വന്ന്, പിന്നെ ഇടക്കിടക്ക് അതിങ്ങനെ വരിക ഭയങ്കര ചൊറിച്ചിലുണ്ട്. വീട്ടില് മറ്റാർക്കെങ്കിലും ഉണ്ടോ? വീട്ടില് മറ്റാർക്കും ഇല്ലത്. ഇങ്ങനെ കയ്യിന്റെ മുട്ടിന്റെ താഴോട്ടായിട്ട് ഇങ്ങനെ ഇടുപ്പിലൊക്കെ ഇങ്ങനെ കറുത്ത അടയാളങ്ങൾ വരും. ഈ കറുത്ത അടയാളങ്ങളെ നമ്മളൊന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സ്കിൻ ഒന്ന് വലിച്ചു നോക്കുകയാണെങ്കിൽ അത് തെളിഞ്ഞു വരും. അതായത് ഒരു ഭസ്മം ഇട്ടാണക്കോ അല്ലെങ്കിൽ ഒരു പൗഡർ നുള്ളി വെച്ചാണക്കോ ഇങ്ങനെ തെളിഞ്ഞു വരും. കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് കാണുന്ന കണക്ക് പൊങ്ങി വരുമോ? നമ്മൾ തൊലി ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കിക്കേ. ഒരു മൊരി പോലെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ നോക്കിയേ. തെളിഞ്ഞു വരുന്നുണ്ട് ഡോക്ടറെ.
അത് തേമൽ തന്നെയാണ് കേട്ടോ. അപ്പൊ തേമലാണെങ്കിൽ ചിലർക്ക് ഇപ്പൊ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി വിയർക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഷുഗറിന്റെ അസുഖമോ മറ്റെന്തെങ്കിലും രോഗപ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാരിലും ഈ തേമല് തിരിച്ച് വന്നുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ തേമൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റണം. നമ്മളാണെങ്കിൽ ഈ മൊരിച്ചിലുണ്ട് എന്ന് പറയുന്നതാണ് ഒരു രോഗം നിലനിൽക്കുന്നു എന്നതിന്റെ ലക്ഷണം. അപ്പൊ നമ്മളാണെങ്കിൽ യൂഷ്വലി ഒരു ആന്റി ഫംഗൽ ഷാമ്പു പോലത്തെ മരുന്നാണ് കൊടുക്കുന്നത്. അത് കൃത്യ അളവിൽ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ ഈ ഭാഗത്ത് മൊത്തത്തിൽ തേച്ചു കൊടുക്കുക. എന്നുവെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് കഴുത്തിൽ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ റാഷ് എങ്കിൽ ആ റാഷിൽ മാത്രമല്ല ഇടേണ്ടത്, ആ ഏരിയ മൊത്തത്തിൽ അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നിന്നിട്ട് നിറയെ വെള്ളം ഒഴിച്ച് കളയാം. ഈ പെട്ടെന്ന് പോട്ടെ എന്ന് കരുതിയിട്ട് മരുന്ന് തനിയെ എടുത്തിടരുത്, സ്കിന്ന് പൊള്ളി വരും. അങ്ങനെ ചെയ്യരുത്. പതയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈ മരുന്ന് ഇടുന്നത് നമുക്ക് 1 മാസമാണ് ഇടേണ്ടത്. 1 മാസം നമ്മൾ കൃത്യമായിട്ട് ഇട്ടാലും അവിടുത്തെ ഫംഗൽ ഇൻഫെക്ഷനെ പോകുള്ളൂ. ആ പോയ കളർ അല്ലെങ്കിൽ ഈ കറുപ്പ് നിറം മാറണമെന്നില്ല. അത് ചിലപ്പോൾ കുറച്ച് നാൾ, ഒരു 3-4 മാസത്തിൽ നിന്നിട്ടേ പോകത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ വിഷമിക്കേണ്ട, നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. തനിയെ മങ്ങുന്നുണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ സ്കിന്ന് വീണ്ടും ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഭസ്മയിട്ട് കണക്ക് തെളിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം യൂസ് ചെയ്ത ആന്റി ഫംഗൽ മരുന്ന് മതിയാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കാണിച്ചിട്ട് അവർ പറയുന്ന കണക്ക് ആദ്യത്തെ മരുന്ന് മാറ്റിയിട്ട് മറ്റൊരു മരുന്ന് ഇടാം. അല്ല അകത്തേക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്കാണെങ്കിൽ എന്തായാലും ഒന്ന് തൈറോയ്ഡ് നോക്കണം, ഷുഗർ ഉണ്ടോ എന്ന് നോക്കണം, ഹീമോഗ്ലോബിൻ എത്രയാണെന്ന് ഒന്ന് കൺഫേം ചെയ്യണം കേട്ടോ. പിന്നെ ആഹാരത്തിൽ നമ്മൾ ഇലക്കറികൾ പച്ചക്കറികളൊക്കെ കഴിക്കുക. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വിയർപ്പ്, ഒരുപാട് നേരം വിയർത്ത് നിൽക്കരുത്. നമ്മളിങ്ങനെ വിയർത്ത് സ്കിന്നിൽ തങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ കെട്ടുറപ്പ് പോവുകയും നമുക്ക് പുറമേ നിന്നുള്ള ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പം ഇടയ്ക്ക് 2 പ്രാവശ്യം കുളിക്കുന്നത് നല്ലതാണ്. കഴിവതും മൃദുവായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കുളിച്ചു കഴിഞ്ഞാൽ അങ്ങ് വൃത്തിയായി ക്ലീൻ ആയി അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വരണ്ട് തോന്നുന്ന സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ശരി ഡോക്ടർ, ഒരു കോളർ കൂടി ഉണ്ട് തൊടുപുഴയിൽ നിന്ന്. ഇന്ദു ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. എന്റെ മുഖത്ത് കരിമംഗല്യം പോലെ ഒരു പാടുണ്ടായിരുന്നേ. അപ്പൊ ഈ വേനൽക്കാലം ആയി കഴിഞ്ഞ് ചൂട് കൂടി കഴിഞ്ഞപ്പോൾ ഹലോ കുറച്ചുകൂടെ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ? തെളിഞ്ഞു വരുന്നു. പോരാഞ്ഞിട്ട് റെഡ് കളറിലെ ചെറിയ മറുവ് പോലെ ദേഹത്തോടെയൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ബ്രിസ്റ്റ എന്ന് പറഞ്ഞൊരു ക്രീമും ബ്രൈറ്റ് ക്രീമും ഡോക്ടറുടെ അഡ്വൈസിൽ നോക്കി ചെയ്യുന്നുണ്ടായിരുന്നു, അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് HB ലെവല് 7 പോയിന്റ് ആണ്. പ്രായം 36 വയസ്സുണ്ട്. അതെ 7, 8 ആ ഒരു ലെവലിലാണ് HB. അതെന്താണ്? അത് കുറവാണല്ലോ. അത് HB കുറഞ്ഞു വരുവാന്ന് പറഞ്ഞു. അപ്പൊ മെയിനായിട്ട് അതിന്റെയാണ് മുഖത്ത് ഇങ്ങനെ വരുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അനീമിയയും കരിമംഗലമായിട്ട് ബന്ധമില്ല കേട്ടോ. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ഇത് ഹീമോഗ്ലോബിൻ കുറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. എന്നുവെച്ചാൽ നല്ല ക്ഷീണം വരും. 7-8 ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി ജോലിയൊക്കെ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക കേട്ടോ. പീരീഡ്സ് ഒക്കെ റെഗുലർ ആണോ നോക്കുക. അതിനെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ കഴിക്കുക. അപ്പൊ ഇതിനു വേണ്ടി പീരീഡ്സ് റെഗുലർ ആക്കാൻ കഴിക്കുന്ന മരുന്നിന്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ കരിമംഗലം വരാം. പക്ഷെ അത് നമ്മൾ വിഷമിക്കണ്ട കേട്ടോ. അതല്ല നമ്മുടെ പ്രശ്നം. നമുക്കാണെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുന്നത് നമുക്കൊരു പ്രശ്നമാണ്. അപ്പം അതാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് ട്രീറ്റ് ചെയ്യാം. കരിമംഗലം നമുക്ക് യൂഷ്വലി സ്ത്രീകൾക്ക് കൂടെ നിൽക്കാം. കുറെ കാലം നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്, രോഗം എന്ന് തന്നെ പറയണ്ട കേട്ടോ. അപ്പൊ അത് വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ കൂടാം. നമ്മളിതുപോലെ നമ്മളൊരു ഹോർമോൺ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് കൂടാം. ഈ പീരീഡ്സ് ഒക്കെ നിൽക്കുന്ന സമയത്ത്, അതായത് യൂഷ്വലി 40 വയസ്സുകളിലാണ് സ്ത്രീകളിൽ സാധാരണ ഇത് പ്രത്യക്ഷപ്പെടുന്നത്. പാരമ്പര്യമായിട്ട് അമ്മയ്ക്കോ അപ്പച്ചമാർക്കോ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്കും ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അതിനൊക്കെ നമുക്ക് വെയിലിനെ പ്രൊട്ടക്ഷൻ എടുക്കുക. ഈ പിഗ്മെന്റ് കുറയ്ക്കുന്ന മരുന്നുകളുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് കുറയ്ക്കുന്ന മരുന്ന് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇതെന്തായാലും ദീർഘകാലം നിൽക്കുന്ന ഒരു അസുഖമാണ്. അപ്പൊ നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലായില്ല? അപ്പൊ പക്ഷെ അത് പെട്ടെന്ന് എഫക്റ്റീവ് ആകുന്ന മരുന്നാവണമെന്നില്ല. അല്ല എനിക്കത് എന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ട. നമുക്ക് പല വിധത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. നമുക്ക് കെമിക്കൽ പീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും ഇതിന്റെ ബേസ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യാത്ത ഒരു സൺസ്ക്രീൻ ലോഷൻ സ്ഥിരമായിട്ട് ധരിക്കുക. വെയിലത്ത് ഇറങ്ങാതിരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് അത്രയും നല്ലത്. 10-3 ഇടയ്ക്ക് വെയിലത്ത് ഇറങ്ങണ്ട.
അല്ലെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുട പിടിക്കണം, അല്ലെങ്കിൽ വെയിൽ ഡയറക്റ്റ് മുഖത്ത് ഏൽക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സൺസ്ക്രീൻ ലോഷൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യണം. അതായത് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് റീ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം എന്തായാലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. എന്തുകൊണ്ട് ഹിമോഗ്ലോബിൻ കുറയുന്നു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ കരിമംഗലത്തിന് നമുക്ക് ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. വെയിലിനെ അവോയ്ഡ് ചെയ്യുക, സൺസ്ക്രീൻ ഇടുക, ഡോക്ടറെ കാണിച്ചിട്ട് ഒരു കരിമംഗലം കുറയ്ക്കാനുള്ള, എന്നാൽ പെട്ടെന്ന് പോകേണ്ട, ദീർഘകാലം ധൈര്യമായിട്ട് ഇടാൻ പറ്റുന്ന, ദോഷങ്ങളില്ലാത്ത ഒരു മരുന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യുക, അത് ഉപയോഗിക്കുക. ശരി ശരി ഡോക്ടർ. ഡോക്ടർ ആദ്യം വിളിച്ച 2 കോളേഴ്സിനോടും പറഞ്ഞ ഒരു കാര്യമാണ് ഈ പറയുന്ന തൈറോയിഡ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ തൈറോയിഡുമായി ബന്ധപ്പെട്ട്. ഈ തൈറോയിഡ് ശരിക്കും ചർമ്മമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചർമ്മ സംരക്ഷണമായിട്ട് തൈറോയിഡിന് എന്തെങ്കിലും കാരണമുണ്ടോ? അല്ലെങ്കിൽ തൈറോയിഡ് ഉള്ളവർക്ക് ഈ ചർമ്മരോഗങ്ങൾ കൂടാനുള്ള സാധ്യത കൂടുതലാണോ? ഇല്ല, ചർമ്മരോഗങ്ങൾ കൂടുന്നില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിന്റെ, അതായത് ഡ്രൈ സ്കിൻ ആക്കാനായിട്ട്, മൊരിച്ചില് കൂട്ടാനായിട്ട്, മൊരിഞ്ഞ ഒരു ചർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ യാതൊരു അണുബാധയും വേണ്ട, ഫംഗൽ ഇൻഫെക്ഷനും വേണ്ട, അലർജിയും വേണ്ട, ആ വ്യക്തിക്ക് ചൊറിച്ചില് വരാം. മനസ്സിലായില്ലേ? പിന്നെ വിയർപ്പ് ഗ്രന്ഥികളെ ഇത് ബാധിക്കും. തൈറോയ്ഡ് കൂടിയാലും കുറഞ്ഞാലും അത് വിയർപ്പ് ഗ്രന്ഥികളെയും ബാധിക്കും. അപ്പൊ വിയർപ്പ് നമ്മുടെ സ്കിന്നിനെ മോയ്സ്റ്റൻഡ് ആയിട്ട് വെക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ അത് കുറയുന്നത് നമുക്ക് ദോഷം ചെയ്യും. പിന്നെ സ്കിന്നിന്റെ കട്ടി കൂടാനും പറയുന്നത്. ശരി 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 ഡോക്ടർ. ഒരു ഇടവേളക്കുള്ള സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ക്യൂവിൽ ഒരു ഇടവേള. ഡോക്ടർ ക്യൂവിലേക്ക് വീണ്ടും. ഡോക്ടർ നേരത്തെ ഈ പറഞ്ഞ പോലെ വട്ടച്ചൊറി ആണെങ്കിലും ചിക്കൻ ബോക്സ് ആണെങ്കിലും അതുപോലെ തന്നെ കണ്ടുവരുന്ന ഒന്നാണ് വേനൽക്കാലത്ത് മെലാസ്മ പോലുള്ള അവസ്ഥകൾ. എന്തുകൊണ്ടാണ് ഈ മെലാസ്മ കൂടുതലായിട്ടും വേനൽക്കാലത്ത് കൂടുതലായി കാണുന്നത്? മെലാസ്മയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കരിമംഗലം എന്ന പ്രശ്നം. അതായത് മുഖത്ത് കറുത്ത അടയാളമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. യൂഷ്വലി ഈ കവിളിന്റെ 2 വശങ്ങളിലും, മൂക്കിന്റെ മുകളിൽ, നെറ്റിയുടെ ഭാഗത്ത്, നമ്മുടെ സൈഡില്, അതായത് താടിയുടെയൊക്കെ സൈഡില്, വായുടെ ചുറ്റുമൊക്കെ വരാം. അപ്പം ഇത് നമുക്ക് യൂഷ്വലി ഒരു മധ്യവയസ്കരായിട്ടുള്ള സ്ത്രീകളിലാണ് കാണുന്നത്. പക്ഷെ പുരുഷന്മാരിലും വരാറുണ്ട്. ഇവർക്കാണെങ്കിൽ നമ്മുടെ പാരമ്പര്യം ഒരു വലിയ ഘടകമാണ്. എന്നുവെച്ചാൽ ഇതൊരു ഹോർമോണൽ ചേഞ്ചസ് ആയിട്ടും വരാം. അപ്പം നമ്മുടെ ആർത്തവ വിരാമം ഒക്കെ വരുന്ന സമയത്ത് മെലാസ്മ പ്രത്യക്ഷപ്പെടാറുണ്ട്. പിന്നെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഹോർമോണൽ തെറാപ്പി, നമ്മൾ ഇപ്പം OCP, അതായത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അല്ലെങ്കിൽ ഗർഭനിരോധന മരുന്നുകൾ, അല്ലെങ്കിൽ ഹോർമോൺ തെറാപ്പി എടുക്കുന്ന സ്ത്രീകളിലും മെലാസ്മ പ്രത്യക്ഷപ്പെടാറുണ്ട്. പിന്നെ സൂര്യപ്രകാശം ഏൽക്കുന്നതും ഈ മെലാസ്മ കരിമംഗലം വേഴ്സൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സൂര്യപ്രകാശം ഏൽക്കുന്നത് കൊണ്ടല്ല കരിമംഗലം വരുന്നത്, പക്ഷെ അത് ഒരു ഘടകമാണ്. പിന്നെ ഉള്ളത് വെച്ചാൽ ഇഡിയോപ്പതിക് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയിൽ പോലും മെലാസ്മ വരാറുണ്ട്. അപ്പൊ ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പം ഇത് ദീർഘകാലം നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് പോണ മരുന്നുകളൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ അത് നമ്മൾ കഴിവതും ചൂസ് ചെയ്യാതിരിക്കാം. പക്ഷെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് അത് ചെയ്യാം. അപ്പം നമ്മൾ യൂഷ്വലി ഡോക്ടർ പറയാന്ന് വെച്ചാൽ 2 ആഴ്ച ഇതിടും. അത് കഴിഞ്ഞ് 1.5 മാക്കി കുറയ്ക്കണം. അപ്പൊ ഇത് പെട്ടെന്ന് പോകുന്ന മരുന്നാണ്. പെട്ടെന്ന് പോകുന്ന മരുന്ന് ഇട്ടിട്ട് നമ്മൾ ദോഷമില്ലാത്ത, പാർശ്വഫലങ്ങളിൽ കുറഞ്ഞ ഒരു മരുന്ന് സ്ഥിരമായിട്ട് ഇടാനാണ് മെലാസ്മയുടെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കാണെങ്കിൽ സൈഡ് എഫക്റ്റ് ഒക്കെ കുറഞ്ഞിരിക്കും. പിന്നെ സൺ പ്രൊട്ടക്ഷൻ നന്നായിട്ട് ചെയ്യണം. പിന്നെ ഇപ്പൊ ഹോർമോണൽ തെറാപ്പി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ, അപ്പൊ അവർക്കാണെങ്കിൽ ഇപ്പൊ മെലാസ്മയെക്കാളും ഇമ്പോർട്ടന്റ് ആയിരിക്കും അവരുടെ പീരീഡ്സിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ നമുക്ക് ഹോർമോണൽ തെറാപ്പി നിർത്താൻ പറ്റത്തില്ല. അതോടൊപ്പം ഡോക്ടർ ഈ പറയുന്ന വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണകാര്യത്തിലുള്ള പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭക്ഷണകാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള പറയുന്ന ചൂടുവെള്ളത്തിലുള്ള കുളി ഒഴിവാക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഭക്ഷണത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വെള്ളം കുടിക്കുക. ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിച്ചിരിക്കണം. പിന്നെ ഇപ്പം എന്തെങ്കിലും രോഗാവസ്ഥ ഉള്ളവര് ഇപ്പം ലിമിറ്റ് ചെയ്യുന്നവരുണ്ട്. 1 ലിറ്റർ 1.5 ലിറ്റർ കുടിക്കാനായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചവര് അത്ര തന്നെ കുടിച്ചാൽ മതി. ദേഹം തണുപ്പിച്ചു വെക്കുക, കുളിക്കുക, 2-3 നേരം കുളിക്കാം. കഴിവതും സോപ്പ് ഉപയോഗിക്കേണ്ട. സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആകും. അത് നമുക്ക് വേണ്ട. കുളിക്കുക, അധികം മണമൊന്നും ഇല്ലാത്ത ഒരു മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് കുളിക്കുക. കുളി കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ഇടാം. അത് കഴിഞ്ഞിട്ട് പൗഡർ ഇടുന്നത് നല്ലതാണ്. ഈ വിയർപ്പ് തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൗഡർ ഇടുന്നത് നല്ലതാണ്. പക്ഷെ പൗഡർ ആണെങ്കിൽ ഇപ്പൊ അലർജി ഉള്ളവരും ആസ്മ ഉള്ളവരൊക്കെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ആഹാരത്തിലാണെങ്കിൽ
ഈ സമയത്ത് നമുക്ക് ജലാംശമുള്ള ഫലവർഗ്ഗങ്ങളൊക്കെ ധാരാളം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ തണ്ണിമത്തനോ അങ്ങനെയൊക്കെയുള്ള ഓറഞ്ചോ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലത്. ഇപ്പൊ ചിലർക്ക് സൺ സെൻസിറ്റീവ്, ഫോട്ടോ സെൻസിറ്റീവ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ നാരങ്ങ പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഫോട്ടോ സെൻസിറ്റീവ്നെസ് കൂടാം. അപ്പൊ വെയിലിന് അലർജി ഉള്ളവരൊക്കെ നാരങ്ങ ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരി 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 ഡോക്ടർ, താങ്ക് യു. സമയക്കുറവ് പോലും മാത്രം ഇടപെടുകയാണ്. ഈ പറയുന്ന വേനൽക്കാലത്തെ ചർമ്മ സംരക്ഷണമാണെങ്കിലും മറ്റുള്ള രോഗങ്ങളാണെങ്കിലും ഒരുപാട് സംശയങ്ങളുണ്ട്. വളരെയധികം നന്ദി സംശയങ്ങൾക്ക് മറുപടി നൽകിയതിനും പരിപാടിയിൽ പങ്കെടുത്തതിനും. ഡോക്ടർ Q അവസാനിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. നമസ്കാരം.